അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി, ഉണ്ണിത്തൂവ്, രണ്ടുപേർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ദിണ്ടിഗലിലെത്തി ഈ മണിയെ SIT ചോദ്യം ചെയ്തതിനൊപ്പം തന്നെ ആ ദൃശ്യങ്ങൾ, അതിനുശേഷം ആദ്യ പ്രതികരണം, അതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അഷ്കർ അലി കരിമ്പയാണ്. അതിന് അഭിനന്ദനങ്ങൾ. ആദ്യം തന്നെ ദിണ്ടിഗലിൽ നമ്മൾ കണ്ടയാൾ, അയാളെ SIT എത്ര നേരമാണ് വിവരങ്ങൾ തേടി അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്? അയാൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയൊക്കെയാണ് അഷ്കറിന് ഒരു പൊരുത്തക്കേട് തോന്നിയത്? സുജ, 2 മണിക്കൂറിലധികം ദൈർഘ്യമേറിയ ചോദ്യം ചെയ്യലാണ് മണിയുമായി ഈ SIT ടീം നടത്തിയത്. ഇന്ന് രാവിലെ തന്നെ SIT ടീം ദിണ്ടിഗലെത്തുന്നു, മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. അങ്ങനെ മണിയുടെ ഓഫീസ് MSRT എന്ന് പറയുന്ന ഇവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന അതിൻ്റെ ഓഫീസിലെത്തിയാണ് 2 മണിക്കൂറിലധികം സമയം ചോദ്യം ചെയ്യുന്നത്. ചോദ്യങ്ങൾ പ്രധാനമായും ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹരി റിപ്പോർട്ട് ചെയ്തതുപോലെ MS മണി എന്നാണ് തൻ്റെ പേരെന്നും താൻ ബാലമുരുകനുള്ള സുബ്രഹ്മണ്യനാണെന്നും ഈ മൊഴിയെടുക്കലിന് ശേഷം റിപ്പോർട്ട് ടിവിക്ക് നൽകിയ പ്രതികരണത്തിൽ ഈ മണി നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ താൻ D മണിയല്ല MS മണിയാണെന്നാണ് ആവർത്തിച്ച് പറഞ്ഞത്. ഇപ്പോൾ SIT തന്നെ സ്ഥിരീകരിക്കുന്നു D മണിയും MS മണിയും ഒന്നാണെന്ന് സ്ഥിരീകരിക്കുമ്പോൾ പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ്, SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പറയേണ്ടി വരും. മാത്രമല്ല, മാധ്യമങ്ങളിൽ നൽകിയ പ്രതികരണത്തിൽ ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കുകയും അങ്ങേറ്റം ദുരൂഹമായ ചില പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു എന്ന് വേണം പറയാൻ. ഒന്നാമത്തേത് ഈ പേര് മറച്ചു വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പേര് മറച്ചു വെച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ D മണി എന്ന പേരില്ല, അയാളെ അറിയില്ല, തനിക്കുമായി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നിഷേധിക്കുമ്പോൾ അത് MS മണി D മണി തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല, ഈ കാര്യങ്ങളുമായി ഒന്നും ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇയാൾക്ക് അതിൽ കൃത്യമായ ബന്ധമുണ്ട് എന്നുള്ള സ്ഥിരീകരണം നൽകുകയും ചെയ്യുന്നു. മൂന്നാമത്തെ വിഷയം, ഈ നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. പോലീസ് തന്നോട് തൻ്റെ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കുകയും തനിക്ക് അതുമായി ബന്ധമില്ല എന്ന കാര്യം മനസ്സിലാക്കി തന്നോട് ക്ഷമാപണം നടത്തി മടങ്ങിപ്പോവുകയാണ് പോലീസ് ചെയ്തതെന്നാണ് ഈ MS മണി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നമുക്ക് MS മണിയുടെ കേന്ദ്രത്തിൽ നിന്ന് സ്ഥിരീകരിക്കുന്ന വിവരം, MS മണിക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. 30-ാം തീയതി തിരുവനന്തപുരത്തെത്തി